മണ്ഡലകാലം അവസാനിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുകയാണ്. ഇന്നലെ 87,218 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ സന്നിധാനത്ത് ഭക്തരുടെ തിരക്കുണ്ട്. സന്നിധാനത്ത് നിന്ന് മനീഷ് ഐഷ മാത്യുവിന്റെ വിശദാംശങ്ങളുമായി. മനീഷ്, തുടക്കം തൊട്ട് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ്. ഇന്നെങ്ങനെയാണ് സാഹചര്യം? അതിന് തീർച്ചയായും ഇന്നും ഭക്തജന തിരക്കിന് യാതൊരുവിധ കുറവുമില്ല. 8 മണി പൂർത്തിയാകുമ്പോൾ 31,000 പേരാണ് ഇതുവരെ ശബരിമലയിലെത്തി ദർശനം നടത്തിയത്. ഈ അവധി ദിവസം ആയതിനാൽ തന്നെ കൂടുതൽ ഭക്തർ ഈ വരും ദിവസങ്ങളിൽ തന്നെ എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇന്ന് 23-ാം തീയതിയാണ്. 26-ാം തീയതി കൂടി തന്നെ ഈ മണ്ഡലകാലം അവസാനിക്കും. അതിനു മുമ്പ് ദർശനം നടത്തുക എന്നുള്ളതാണ് ഭക്തർ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ 25-ാം തീയതിയും 26-ാം തീയതിയും ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. 25-ാം തീയതി തങ്കയങ്കി എത്തുന്നതുകൊണ്ട് 50,000 പേർക്കും, അതുപോലെ തന്നെ 26-ാം തീയതി 60,000 പേർക്കും മാത്രമാണ് വിർച്വൽ ക്യൂ വഴിയുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗിൽ ഈ 2 ദിവസവും 5,000 പേര് വീതം മാത്രമാവും ദർശനം നടത്തുക. ഈ കാരണങ്ങളൊക്കെ തന്നെ മുൻനിർത്തി ഈ വരുന്ന 2 ദിവസങ്ങളിൽ, അതായത് 23, 24 ദിവസങ്ങളിൽ ഭക്തരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മണ്ഡലകാലം അവസാനിക്കാറായതുകൊണ്ട് തന്നെ ദർശനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഏവരും എത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ തിരക്ക് ഇന്ന് അങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. ഇന്നലെ 87,000 പേരാണ് ദർശനം നടത്തിയെങ്കിൽ കഴിഞ്ഞ ദിവസം 92,000 പേര് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഒരു 90,000-ന് മുകളിലേക്ക് ഭക്തർ എത്തുമെന്നുള്ളതാണ് പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഒക്കെ അനുമാനിക്കുന്നത്. എന്തായാലും മണ്ഡലകാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശരി, മനീഷ് ഐഷ മാത്യു ആണ് വിശദാംശങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന്.